ആയിഷയുടെ വീട്ടിൽ നിന്ന് സൂരജ് സജി ചേരുകയാണ്. സൂരജ്, പല വീടുകളിലും ഈ കുഞ്ഞുങ്ങളുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥനകൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന തടസ്സപ്പെടുത്താതെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആയിഷയുടെ വീട്ടിൽ നിന്നാണ് സൂരജ് ചേരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ആയിഷ ഒപ്പനകളിലെ മണവാട്ടിയായിരുന്നു. നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച്, ആഭരണങ്ങൾ ധരിച്ച് ഒരു കിലുക്കാമ്പെട്ടി പോലെ നടന്ന പെൺകുട്ടിയാണ്. ആ നാടിൻ്റെ ഓമനയായ കുഞ്ഞ് ഇപ്പോൾ നിറമില്ലാത്ത വെള്ള തുണിയിൽ പൊതിഞ്ഞ് തിരികെ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ കുഞ്ഞാണ്, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളാണ് ഈ പോയിരിക്കുന്നത്. കാരണം ആ കാര്യത്തിൽ നമുക്ക് ദേശ ഭാഷാ വ്യത്യാസമോ നമ്മുടെ ബന്ധുക്കളാണോ നമ്മുടെ അയൽക്കാരാണോ എന്ന ചിന്തയൊന്നുമില്ലാതെ നമ്മൾ ഓരോരുത്തരും ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 8:30 ആകുമ്പോഴാണ് പൊതുദർശനത്തിനായി കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് ഇവരുടെ ചേതനയറ്റ ശരീരങ്ങൾ മാറ്റുന്നതെന്നും മനസ്സിലാക്കുന്നു. സൂരജ്. ക്രിസ്ത്യൻ, അതെ, ഇന്നലെ സ്കൂളിലേക്ക് പുറപ്പെട്ട സമയമാണ് ഈ 8:30 എന്നൊക്കെ പറയുമ്പോൾ. ഇന്നലെ ഈ കരിമ്പനക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പരീക്ഷയ്ക്കായി പുറപ്പെട്ട സമയമാണ്. ആ സമയത്താണ് ഇന്ന് ഈ വീടിനോടും നാടിനോടും ഒക്കെ വിട പറഞ്ഞ് ആയിഷയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇന്നലെ കളിയും ചിരിയും ഒക്കെയായി സ്കൂളിലേക്ക് പോയ കുട്ടി, ക്രിസ്ത്യനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒപ്പനയെന്ന് വേണ്ട നൃത്തത്തിലടക്കം തിളങ്ങി നിന്ന കുട്ടിയാണ്. പഠനത്തിലും അതേപോലെ മികവ് പുലർത്തിയ കുട്ടി. ഈ നാട്ടുകാരുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ആയിഷയെക്കുറിച്ച് അവർക്ക് ഒട്ടേറെ, അതായത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വൈകാരിക അടുപ്പമാണുള്ളത്. അവരെല്ലാവരും പറയുന്നത് പഠനത്തിലായാലും നൃത്തത്തിലായാലും ഒക്കെ മികവ് പുലർത്തിയിരുന്ന ഒരു കുട്ടി. ക്രിസ്ത്യനെ സൂചിപ്പിച്ച പോലെ തന്നെ മിന്നുന്ന വസ്ത്രങ്ങളും ഈ ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ ഒപ്പന വേദിയിൽ മണവാട്ടിയായി പലകുറിയെത്തിയ ആയിഷയാണ്. പക്ഷേ ആയിഷ ഈ നിറമില്ലാത്തൊരു വസ്ത്രം ധരിച്ചതായി ഇങ്ങനെ കിടക്കുന്നത് ആർക്കും സഹിക്കാവുന്നതല്ല. അത് തന്നെയാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ഒരു നാടാകെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്, ആയിഷയുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് വേണം പറയാൻ. ഈ വീട്ടിൽ നിന്നൊരു കണ്ണീർ പുഴ തന്നെ പ്രവഹിക്കുകയാണ് ഈ വീട്ടിൽ നിന്ന്. കാരണം ഈ വീടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞ് മാത്രമാണ് ഇരിക്കുന്നത്. ആയിഷയെ കണ്ട ശേഷമാണ് മറ്റ് വീടുകളിലേക്കാണെങ്കിൽ പോലും ഈ ആളുകളും ബന്ധുക്കളും ഒക്കെ പോകുന്നത്. കാരണം ഈ കരിമ്പ ജംഗ്ഷനിൽ നിന്ന് ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിന് സമീപത്തു കൂടിയുള്ള വഴിയാണിത്. ഈ വഴിയിൽ നിന്ന് ആയിഷയുടെ വീട് കടന്നു വേണം മറ്റു വീടുകളിലേക്കൊക്കെ പോകാൻ. അതുകൊണ്ട് തന്നെ ഇതുവഴി പോകുന്ന ആയിഷയെ കണ്ട് പോകുന്നവരുടെ എല്ലാവരുടെയും കണ്ണിൽ, അതായത് മറ്റു കുട്ടികളെ കാണാൻ പോകുന്നവരാണെങ്കിൽ പോലും ഒരു നോക്ക് ആയിഷയെ കാണാൻ ഇവിടെ കയറി ഇറങ്ങുമ്പോൾ അവരുടെ ഉൾപ്പെടെ കണ്ണുകൾ ഈറനണിയുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്ത ഒരു നിമിഷത്തിലൂടെയാണ് ഒരു നാടാകെ പോയിക്കൊണ്ടിരിക്കുന്ന, ഒരു നാടാകെ കണ്ണീർ കടലാകുന്ന ഒരു സാഹചര്യമാണ് ആയിഷയുടെ വീട്ടുമുറ്റത്തുനിന്ന് വേണ്ട മറ്റു കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങോട്ടേക്ക് മൃതദേഹം എത്തിച്ച സമയത്ത് ഉപ്പയുടെയൊക്കെ കണ്ണുകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഞെട്ടലും സങ്കടവും നമ്മൾ കണ്ടതാണ്. കാരണം ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയത്ത് ഉപ്പ അവിടെ ഉണ്ട്, ആയിഷയുടെ ഉപ്പ അവിടെ ഉണ്ട്, ആയിഷയുടെ പിതാവ്. ഈ അപകടം നടക്കുമ്പോൾ ആർക്കോ ഒരാൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. ആ അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ അപകടത്തിൽപ്പെട്ടവരുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആയിഷയുടെ പിതാവ് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു. ആയിഷയുടെ പിതാവിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു. അപ്പോൾ പോലും ഇവർ കരുതുന്നില്ല തൻ്റെ മകൾ അപകടത്തിൽപ്പെട്ടിരിക്കാമെന്ന്. ആ ഉപ്പ കരുതുന്നില്ല. ഇതൊന്നും അറിയാതെ തൻ്റെ രക്തബന്ധം പോലും അല്ലാത്തൊരു ജീവന് വേണ്ടി ആ ഉപ്പ രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ആ വാഹനത്തിനടിയിൽപ്പെട്ടവരെ പുറത്തേക്കെടുക്കുന്ന നിമിഷത്തിലാണ് ആ ഉപ്പ ഞെട്ടലോടെ അറിയുന്നത് ആ അപകടത്തിൽപ്പെട്ടത് തൻ്റെ പൊന്നുമോളാണ് എന്ന വിവരം ആ ഉപ്പ അറിയുന്നത് ആ സമയത്താണ്. താങ്ങാവുന്ന നിമിഷത്തിലൂടെയല്ല പിന്നീട് ആ കുടുംബവും നാടും എല്ലാം കടന്നുപോയത്. ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് സാധാരണ നടന്നു വരുന്നത് പോലെ ഈ കുട്ടികൾ ഒന്നിച്ച് കളിയും ചിരിയും ഒക്കെയായി നടന്നു വരുന്ന സമയത്താണ് ആ ലോറി ഇവർക്ക് അരികിലേക്ക് പാഞ്ഞു കയറുന്നതും വലിയൊരു അപകടത്തിലേക്ക്, ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് പോയത്. ആ ഒരു ഞെട്ടൽ തന്നെയാണ് എല്ലാ വീടുകളിലുമുള്ളത്. ആ ഞെട്ടലും അതോടൊപ്പം തന്നെ ഇന്നലെ ഉണ്ടായ ആ ഞെട്ടലിൽ തുടർന്നുണ്ടായ സങ്കടവും എല്ലാം നമുക്ക് എല്ലാ വീടുകളിലും കാണാൻ കഴിയും. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ നമുക്ക് കാണാം, ഈ കുട്ടിയെ കാണുന്നതിന് വേണ്ടി, അവസാനമായി ആയിഷയെ കാണുന്നതിന് വേണ്ടി ബന്ധുക്കൾ എത്തുന്നുണ്ട്, സഹപാഠികൾ എത്തുന്നുണ്ട്, അധ്യാപകരെത്തുന്നുണ്ട്. ഒരു നാടാകെ തന്നെ ഒഴുകിയെത്തുകയാണ് ഈ ഓരോ വീടുകളിലേക്കും. അവിടെ നിന്ന് പിന്നീട് അടുത്ത വീട്ടിലേക്ക് പോകുന്നു. ഈ ഒരു വീട്ടിൽ ആയിഷയെ കണ്ട് പുറത്തിറങ്ങുന്ന ഒരാളുടെ പോലും കണ്ണ് ഈറനണിയാതിരിക്കുന്നില്ല എന്നുള്ളതാണ്. അത്രമാത്രം സങ്കടത്തോടു കൂടിയാണ് എല്ലാവരും ഈ ആയിഷയുടെ വേർപാടിനെ നോക്കിക്കാണുന്നത്. പലപ്പോഴും ഈ പളപളാവുള്ള വസ്ത്രം ധരിച്ച്, മിന്നുന്ന വസ്ത്രം ധരിച്ച്, ആഭരണങ്ങൾ അണിഞ്ഞ് മണവാട്ടിയായി വീട്ടിലും അതോടൊപ്പം തന്നെ കലോത്സവ വേദികളിലും ഒക്കെ എത്തിയതാണ്. അങ്ങനെ എത്തിയ ഒരു കുട്ടി ഈ വെള്ളവസ്ത്രം ധരിച്ച് കിടക്കുന്ന ഒരു കാഴ്ച, അത് കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് താങ്ങാവുന്നതല്ല. ഈ ചേതനയേറ്റ ശരീരം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന സമയത്ത്
അതിവൈകാരികമായി തന്നെ ഈ കുടുംബാംഗങ്ങൾ പ്രതികരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഉപ്പയൊക്കെ എല്ലാവരും ഇടപെട്ടുകൊണ്ട് സമാധാനിപ്പിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെയാണ് ആദ്യം പ്രാർത്ഥന നടന്നത്. ഈ മതപരമായ പ്രാർത്ഥന നടന്ന ആ സമയത്ത് പോലും ഉപ്പയെ സംബന്ധിച്ച് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് പോലും കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് കാണാനോ പറഞ്ഞറിയിക്കാനോ കണ്ടു നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അത്രമാത്രം വേദനാജനകമായ നിമിഷത്തിലൂടെ ഒരു നാട് നീങ്ങുന്നു. ആയിഷയുടെ വീട്ടിൽ നിന്നൊരു കണ്ണീർ പുഴ തന്നെ ഒഴുകുകയാണ്. ക്രിസ്ത്യൻ സൂരജ് സജ്ജയാണ് ആയിഷയുടെ വീട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രാവിലെ 11 മണിക്കാണ് തുപ്പനാട് ജമാ മസ്ജിദിൽ ഈ കുഞ്ഞുങ്ങളുടെ ഖബറടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ 8:30 മുതൽ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം പനമ്പായിക്കാട് ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. പാഞ്ഞു വന്ന ലോറി 4 കുഞ്ഞുങ്ങളെ ഇടിച്ചു വീഴ്ത്തുന്നു. 5 പേരുണ്ടായിരുന്നു, ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. പനയമ്പാടത്ത് നടന്ന അപകടത്തിന് ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്നു. വന്ന സിമൻറ്റ് ലോറിയുടെ സിമൻറ്റ് ചാക്കുകൾക്കൊക്കെ ഇടയിൽ കുടുങ്ങിക്കിടന്ന കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നാട്ടുകാർ നടത്തുന്നു. പക്ഷേ ആ ശ്രമം ഒന്നും വിജയിക്കുന്നില്ല. ഈ 4 കുഞ്ഞുങ്ങളും ഈ ലോകത്തോട് വിട പറയുന്നു. അതിനുശേഷം ആശുപത്രിയിലെ നടപടികളൊക്കെ വേഗത്തിലാക്കി, ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളുമൊക്കെ വേഗത്തിലാക്കി പുലർച്ചെ തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ആ മൃതദേഹങ്ങളുമായി ഒന്നിച്ച് കളിച്ച് ചിരിച്ച് നടന്ന ആ വഴികളിലൂടെ, ആ മൺപാതകളിലൂടെയും റോഡുകളിലൂടെയും ഒക്കെ അവർ ആ 4 വീടുകളിലേക്ക് ഇപ്പോൾ തിരികെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാടൊന്നടങ്കം, അത് അവരുടെ നാട്ടുകാർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ളവരെല്ലാം ഇവരെ ഈ കുഞ്ഞുങ്ങളായി ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. വിപിൻ സി വിജയനുണ്ട് ഇർഫാനയുടെ വീട്ടിൽ നിന്ന്, ആയിഷയുടെ വീട്ടിൽ നിന്ന് സൂരജ് സജിയുണ്ട്, റിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് നിഖിൽ പ്രമേഷുണ്ട്. നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിലെ, നമുക്ക് ഓരോ വീട്ടിൽ നിന്നുമുള്ള കാഴ്ചകൾ കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഒട്ടും ഓർത്തിരിക്കാതെ നമ്മുടെ മുന്നിൽ നിന്ന് കളിച്ചിരികളോടുകൂടെ നടന്നുപോയ കുഞ്ഞുങ്ങൾ അവരെ തിരികെ എത്തുന്നു, ചേതനയേറ്റ ശരീരങ്ങളായി എത്തുന്നു. എനിക്ക് അറിയില്ല അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ടോ എന്ന്. പ്രാർത്ഥന നടക്കുകയാണെങ്കിൽ നമുക്കത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ നിഖിലിന് പറയാം. അത്തരത്തിൽ എല്ലാ വീടുകളിലും പ്രാർത്ഥനകൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളൊക്കെ എത്തിച്ചേർന്ന് ഈ കുട്ടികളെ അവസാനമായ ഒരു നോക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും തന്നെ കണ്ണീരടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. എല്ലാവർക്കും അത്രമേൽ വേദന നൽകുന്ന കുറേ നിമിഷങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ വീട് എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിന് മുകളിലാണ്. അപ്പോൾ മറ്റൊരു ആളുടെ വീടിൻ്റെ മുന്നിലാണ് ഈ റിതയുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ അടക്കം നിർത്തിയിട്ടിരുന്നത്. അങ്ങനെ വളരെ അടുത്ത ബന്ധം വെച്ചു പുലർത്തിയിരുന്ന, അയൽവാസികളുമൊക്കെ വളരെ നല്ല അടുത്ത ബന്ധം വെച്ചു പുലർത്തിയിരുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് കണ്ണീരോട് കൂടിയിട്ട് വിട നൽകുകയാണ് ഈ നാട്. കണ്ണീരോട് കൂടി ആ കുട്ടിക്ക് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ നാട്. എന്തായാലും ഏതാണ്ട് 8 മണിവരെ ഇവിടെ ഈ പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിട്ടുള്ളത്. ഇവരുമായി വളരെ നല്ല ബന്ധം വെച്ച് പുലർത്തിയിരുന്ന ആളാണ്. താങ്കൾ രാഷ്ട്രീയ പ്രവർത്തകനാണ് അല്ലേ? ഞാൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. പിന്നെ ഈ കുട്ടിയുടെ കുടുംബവുമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ്? കുട്ടിയുടെ കുടുംബം പറഞ്ഞാൽ അവൻ ഓട്ടോ തൊഴിലാളിയാണ്. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ് ഡെയിലി അവർ വണ്ടി അടക്കം ഇട്ടിട്ട് അവൻ ഇവിടെ നിന്ന് പോവുക. ഈ കുട്ടിയെ ഞാൻ ഇന്നലെ രാവിലെ കണ്ടിട്ടുള്ളതാണ്. അവരൊരു 2-3 വർഷമായിട്ട് ഈ ക്വാർട്ടേഴ്സ് തന്നെയാണ് താമസം. അപ്പോൾ ആ കുട്ടി അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ, അത് ഇവിടെ അല്ലെങ്കിൽ തന്നെ അവർ പ്രസവിച്ച നാൾ തൊട്ട് നമ്മൾ കാണുന്ന കുട്ടികളാണ് എല്ലാ കുട്ടികളും. അത്രയും ഹൃദയടുപ്പുള്ള ആളുകളാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരായ ആളുകളുടെ ഏരിയയാണ്. ഒക്കെ എല്ലാവരും തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളും ഒരുമിച്ചാണ്. ഇന്നലെ ഈ കുട്ടികൾ ഇവരൊരു 7 ആളുടെ ഗ്യാങ്ങാണ്. ആ 7 ആളിൽ 2 ആളുകൾ ഇന്നലെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവർ തിരിച്ചു വരുമ്പോൾ കടയിൽ കയറി 5 ആളുകൾ. അപ്പോൾ ഇവർ പിണങ്ങി. അങ്ങനെ ഈ 2 ആളാന്ന് പിണങ്ങിയിട്ട് മാറിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഒരു ഇതുണ്ടായതുകൊണ്ടാണ് ഒരു വലിയ അപകടം ഒഴിവായത്. ഇന്നലെ ഈ അബ്ദുസലാമിൻ്റെ വീട്ടിൽ പിന്നെ പോയപ്പോൾ അവിടെ നിന്നാണ് അവൻ പറഞ്ഞത്. ആ കുട്ടികൾ പിന്നെ അവൻ്റെ വീട് കേന്ദ്രീകരിച്ചിട്ടാണ് 7 കുട്ടികളും എത്രയോ കാലങ്ങളായിട്ട് പോവുക. ഈ ജംഗ്ഷനിലാണ് വീട്.
അപ്പോൾ അത്രയും അവർ ഓർമ്മ വെച്ച നാൾ മുതൽക്കുള്ള അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള കുട്ടികളാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഇപ്പോൾ ഈ കുട്ടിയുടെ പ്രദർശനം നടക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലാണ്. അവരൊരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്, കെട്ടിടത്തിന് മുകളിലാണ്. അതായത് ഈ വീടിനോട് ചേർന്നിട്ട് തന്നെയുള്ള കെട്ടിടത്തിന് മുകളിലാണ്. ഈ കുട്ടിയുടെ പിതാവിൻ്റെ ഓട്ടോ ഒക്കെ എവിടെയാണ് നിർത്തിയിടാറ്? ഇവിടെ നിർത്തിയിടാറ്. പക്ഷേ നിങ്ങളുടെ വീട്ടിലൊക്കെ ഓടിക്കളിച്ച് വളർന്ന ഒരു എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഓടിക്കളിച്ചുള്ള കുട്ടികളല്ലേ. അതുമല്ല ഡെയിലി നമ്മൾ അവരൊരു 10 തവണയിലും കാണില്ലേ, കാരണം അത്ര അടുത്തല്ലേ അവർ സ്കൂളിൽ. ഇന്നലെ കണ്ടിരുന്നതാണ്. ഇന്നലെ രാവിലെ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കാണുന്ന കുട്ടികളല്ലേ, അടുത്തെന്ന് പറയാം. എൻ്റെ വീട്ടിലുള്ള പോലെ തന്നെയല്ലേ, ഈ ഒരു മതിലിൻ്റെ ഗ്യാപ്പിലേ ഉള്ളൂ, ഈ കാണുന്ന സ്ഥലത്തല്ലല്ലോ. ഇവരുടെ ഈ കുട്ടി മൂത്ത കുട്ടിയാണ്. ഈ മൂത്ത കുട്ടിയാണ്. വേറെ രണ്ടാൾ. റഫീഖിനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മക്കളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും, പക്ഷെ ഒരു പ്രത്യേകമായി മക്കൾക്ക് മോളോട് പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ എല്ലാത്തിനും അവനവൻ്റെ സാമ്പത്തികത്തിനനുസരിച്ചും കൂടിയല്ല, അത്ര കഷ്ടപ്പെട്ട് മക്കളെ എപ്പോഴും കൊണ്ടു നടക്കുകയും ഭക്ഷണമായി കൊടുക്കാനൊക്കെ ഈ ഓട്ടോയിൽ കൊണ്ടു നടക്കുക. അടുത്തായിരുന്നു പിറന്നാൾ? പിറന്നാൾ കുറച്ച് മുന്നേ ആയിരുന്നു. അല്ല പറയാ, മക്കൾക്ക് തന്നെ വേണ്ടിയിട്ട് എൻ്റെ ഒഴിവ് സമയം മൊത്തം കുട്ടികളുടെ കൂടെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വളരെ ഭംഗിയായി ആ കുട്ടിയുടെ കുടുംബത്തിന് ആ മോളോടുണ്ടായിരുന്ന ഒരു സ്നേഹത്തെയും ഇതിനെയൊക്കെ കുറിച്ച് വളരെ ഭംഗിയായി പറയാൻ പറ്റും. അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകളെ കുറിച്ചൊക്കെ ഇപ്പോൾ 8 മണി വരെയല്ലേ ഇവിടെ വീട്ടിൽ ക്രമീകരിച്ചെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ ഈ കരിമ്പനക്കിൽ ഹാളുണ്ട്, ഈ ഹൈവേയിൽ, അവിടേക്ക് വെക്കും. സ്കൂളിൽ ഇനി പ്രാർത്ഥനകൾ എന്തെങ്കിലും പൂർത്തിയാവാൻ? പ്രാർത്ഥന പറഞ്ഞാൽ അങ്ങനെ ഒരു ലോങ് ടൈം പ്രാർത്ഥനകളൊന്നുമില്ല. ഒരു കുറച്ച് നേരം ഇത് എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇപ്പോൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരുന്നുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ വരുന്നുണ്ട് തോന്നുന്നു. സാദിഖ് അലി തങ്ങൾ വരികയാണെങ്കിൽ ചിലപ്പോൾ മയ്യത്ത് നിസ്കാരത്തിനൊക്കെ നേതൃത്വം നൽകുമെന്ന് പറയാൻ പറ്റില്ല. തങ്ങൾ വരുന്നതാണ് ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. 8:30 കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകും. പിന്നീട് കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് 12 മണിക്ക് മുമ്പേ അടക്കം ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരുപാടധികം ആളുകൾ എത്തിച്ചേർന്ന്, അതായത് കുട്ടിക്ക് ഒപ്പം പഠിക്കുന്ന ആളുകളുണ്ട്, കുട്ടിയുടെ ഒപ്പം പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുണ്ട്. അവരൊക്കെ വന്ന് ഈ കുഞ്ഞുമക്കളെ ഒരു നോക്ക് കാണുകയാണ്. എല്ലാ വീടുകളിലും അവർ പോവുകയാണ്. ദാരുണമായ ഒരു കാര്യം പറയാനുള്ളത്, ഈ അബ്ദുസലാമിൻ്റെ മകളുടെ പല്ലിൽ ക്ലിപ്പിട്ടിരിക്കുകയാണ്. ആ ക്ലിപ്പ് ടൈറ്റ് ചെയ്യേണ്ട ദിവസം ഇന്നലെയാണ്. അപ്പോൾ കുട്ടിയോട് പനയമ്പാടം ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ പറഞ്ഞു അമ്മ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും കുട്ടി കൂട്ടുകാരെ വിട്ട് വരാൻ വയ്യാത്തതുകൊണ്ട് കുറച്ചുകൂടി മുന്നിലേക്ക് വന്നു. അമ്മ അവിടെ എത്തലും അമ്മ ലൈവായിട്ട് കുട്ടി വണ്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കാണുകയാണ്. ഈ കുട്ടിയുടെ അമ്മ, കുട്ടി അപ്പുറത്തെ സൈഡിൽ അമ്മ ഇപ്പുറത്തെ സൈഡിൽ മോളും കണ്ടിട്ട് വണ്ടിൻ്റെ അടിയിലേക്ക് കുട്ടി പോകുമ്പോൾ എൻ്റെ മോൾ ഈ വണ്ടിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ബോധം കെട്ട് പോവുക. അമ്മ ബോധരഹിതയാണ്. ബോധം വരുമ്പോഴൊക്കെ എൻ്റെ കുട്ടി വണ്ടിൻ്റെ അടിയിലാണ് ഇടിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സംഭവം കൂടെ ഇതിലുണ്ട്. അതായത് പറയുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. കാരണം അത്രയധികം എന്തോന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അമ്മ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു സ്വന്തം മകൾ അപകടത്തിൽപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ മരിച്ച 4 കുഞ്ഞുങ്ങളുടെയും വീട്ടിലെ അവസ്ഥ ഇത് തന്നെയാണ്. ആ കുട്ടികളൊക്കെ തന്നെ ഓർത്ത് ഈ നാടൊന്നടങ്കം കേഴുകയാണ്. ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ദുരന്തമായി ഇത് മാറുകയാണ്. കരിമ്പയെ സംബന്ധിച്ചിടത്തോളം ഈ അപകടങ്ങൾ ഇവിടെ ഒരു തുടർക്കഥയാണ്. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. എന്നിരിക്കെ പോലും ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ അവരെ വേദനിപ്പിച്ചൊരു അപകടം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ നാടൊരു ഭീകരമായ കക്ഷി രാഷ്ട്രീയ എല്ലാത്തിനും അതീതമായിട്ടൊരു ഭീകരമായ സമരത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഈ റോഡും കൊണ്ട് ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ആളുകൾ അതിവൈകാരികരാണ്. അത് ഇന്നലെ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലൊന്നും അറിയില്ല. ചിലപ്പോൾ നാട് കണ്ട ഏറ്റവും വലിയൊരു സമരവും പ്രക്ഷോഭം ഉണ്ടാകാനുള്ള അതിഭീകരമായ ഒരു ചാൻസ് ഈ റോഡിൻ്റെ കാര്യത്തിലാണ്. അത്രയും ആളുകൾ വയലൻ്റാണ്. എന്തും സംഭവിക്കാം. അതാണ് ഇന്നലെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് ഒപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയും അടുത്ത കൂട്ടുകാരികളെയാണ് അവർക്ക് നഷ്ടമായിട്ടുള്ളത്.
കഴിഞ്ഞ ദിവസം പാലക്കാട് കരിമ്പയിൽ ലോറി പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് ജന്മനാട് വിട നൽകുകയാണ്. 4 കുഞ്ഞുങ്ങളുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുലർച്ചെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഇപ്പോൾ വീടുകളിലാണ് ഈ കുഞ്ഞുങ്ങളുടെ ചേതനയേറ്റ ശരീരം. അല്പസമയത്തിനകം, അതായത് 8:30 ഈ കുഞ്ഞുങ്ങളുടെ ശരീരം പൊതുദർശനത്തിനായി കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക്, ഒരു 100 മീറ്റർ മാറിയുള്ള സ്ഥലമാണ്, ഈ വീടുകളുടെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്, അവിടേക്ക് മാറ്റും. അതിനുശേഷം തുപ്പനാട് ജമാ മസ്ജിദിൽ 11 മണിയോടെയാണ് സംസ്കാരം നടക്കുന്നത്. സഹപാഠികളും ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ ഇവരെ കാണാൻ, അവസാനമായി ഒന്ന് കാണാനെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഉള്ളുലയ്ക്കുന്ന ദൃശ്യമാണ്. ഒരു നാടെന്ന് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സ്നേഹവും വാത്സല്യവും ഉള്ളവരാണ്. അത് ഏത് നാട്ടിലുള്ളവരായാലും നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്തവരാണെങ്കിലും ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ ഒന്നുമില്ലാതെ പെട്ടെന്ന് പോകുമ്പോൾ അത് താങ്ങാനുള്ള ഒരു സാഹചര്യം ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ ഇത് കണ്ടു നിൽക്കുന്ന നമുക്കാർക്കും തന്നെ ഉണ്ടാകണം എന്നില്ല.